നമസ്കാരം. അതിരുകളിൽ കാവൽ നിൽക്കുന്ന പശ്ചിമഘട്ട മലനിരകൾ, പച്ചയണിഞ്ഞ തേയിലത്തോട്ടങ്ങൾ, വയനാടിന്റെ കുളിരും പേറി ഒഴുകുന്ന കബനി. പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച വയനാടിന്റെ മണ്ണിൽ ഇപ്പോൾ രാഷ്ട്രീയത്തിന്റെ ചൂടേറിയ കാറ്റാണ് വീശുന്നത്. കോൺഗ്രസിന്റെ ഉരുക്കുകോട്ടയായ സുൽത്താൻ ബത്തേരി, ഇടതും വലതും മാറി മാറി പരീക്ഷിച്ച കൽപ്പറ്റ, LDF കരുത്ത് കാട്ടുന്ന മാനന്തവാടി. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ വയനാട് ചുരങ്ങൾ കയറുന്ന രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറി മറയുകയാണ്. വയനാട് ജില്ലാ പഞ്ചായത്തുകളിൽ UDF വിജയക്കൊടി പാറിക്കുമ്പോഴും കൽപ്പറ്റ നഗരസഭയിൽ ഇടതുമുന്നണി കരുത്ത് കാട്ടുന്നത് വരാനിരിക്കുന്ന നിയമസഭാ പോരാട്ടത്തിന്റെ തീപ്പൊരിയാണ്. വയനാടിന്റെ വടക്കേ അറ്റമാണ് മാനന്തവാടി. 2011 PK ജയലക്ഷ്മിയിലൂടെ UDF കന്നിക്കൊടി പാറിച്ചെങ്കിലും 2016 മുതൽ OR കേളുവിനെ നെഞ്ചിലേറ്റിയ ചരിത്രമാണ് മാനന്തവാടിക്കുള്ളത്. നിലവിൽ മന്ത്രി OR കേളുവിന്റെ സാന്നിധ്യം LDFന് കരുത്താണ്. എന്നാൽ 2025 ഡിസംബറിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF വൻ തിരിച്ചുവരവാണ് നടത്തിയത്. മാനന്തവാടി നഗരസഭയിലെ 36 സീറ്റുകളിൽ 21 നേടി UDF ഭരണം ഉറപ്പിച്ചു. LDF 14 സീറ്റിലൊതുക്കി. ഇത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് വലിയ മുന്നറിയിപ്പാണ് നൽകുന്നത്. ജില്ലയിലെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലമാണ് സുൽത്താൻ ബത്തേരി. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി IC ബാലകൃഷ്ണൻ എന്ന പേരിൽ ഈ മണ്ഡലം കോൺഗ്രസ് സുരക്ഷിതമായി സൂക്ഷിക്കുന്നു. UDFന് 40% മുകളിൽ വോട്ട് വിഹിതമുള്ള ബത്തേരിയിൽ BJPയുടെ സാന്നിധ്യവും ശ്രദ്ധേയമാണ്. CK ജാനുവിനെ മുൻനിർത്തി LDF ഇവിടെ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചിരുന്നു. ഏറ്റവും വലിയ രാഷ്ട്രീയ അട്ടിമറി നടന്നത് ബത്തേരി നഗരസഭയിലാണ്. LDF ഭരണത്തിലായിരുന്ന നഗരസഭ ഈ തവണ UDF പിടിച്ചെടുത്തു. 19 സീറ്റുകൾ നേടിയാണ് UDF വിജയിച്ചത്. വയനാടിന്റെ ഹൃദയമായ കൽപ്പറ്റ, സോഷ്യലിസ്റ്റ് ഗ്രൂപ്പുകളുടെ സ്വാധീനമാണ് ഇവിടെ നിർണായകം. 2016 CK ശശിധരനിലൂടെ LDF വിജയിച്ചെങ്കിലും 2021 T സിദ്ദിഖിലൂടെ UDF തിരിച്ചുപിടിച്ചു. ജില്ലയുടെ മറ്റു ഭാഗങ്ങളിൽ UDF തരംഗമുണ്ടായപ്പോഴും കൽപ്പറ്റ നഗരസഭയിൽ ഇടതുമുന്നണി കരുത്ത് തെളിയിച്ചു. 15 സീറ്റുകൾ നേടി LDF ഭരണം നിലനിർത്തി. അതേസമയം BJP ഇവിടെ ആദ്യമായി 2 അക്കൗണ്ട് തുറന്നു. ചൂരൽമല മുണ്ടക്കൈ വാർഡ് LDF തിരിച്ചുപിടിച്ചത് വലിയ ചർച്ചയായിരുന്നു. വയനാട് ജില്ലാ പഞ്ചായത്തിൽ UDF ചരിത്ര വിജയം കുറിച്ചു. ആകെയുള്ള 17 ഡിവിഷനുകളിൽ 15ഉം UDF സ്വന്തമാക്കി. LDF കേവലം 2 സീറ്റിലൊതുങ്ങി. പ്രിയങ്ക ഗാന്ധിയുടെ വരവിന് ശേഷം വൻ മുന്നേറ്റമാണ് UDF നേടിയത്. UDF 52%, LDF 36%, NDA 10% നേടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ UDF മേധാവിത്വം തദ്ദേശ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചുവെന്നാണ് വയനാടൻ കണക്കുകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ കൽപ്പറ്റ നഗരസഭയിലെയും ചില പോക്കറ്റുകളിലെയും വിജയങ്ങൾ LDFന് പ്രതീക്ഷ നൽകുന്നു. ഉയർന്നു വരുന്ന മുണ്ടക്കൈ ചൂരമല, LDF മാതൃകാ ടൗൺഷിപ്പും വിവാദ ചുഴിലായ UDF ഫണ്ട് വിനിയോഗവും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാണ്. വന്യജീവി ആക്രമണങ്ങളും പുനരധിവാസവും ബഫർ സോൺ നിയന്ത്രണങ്ങളും കർഷകരെയും മലയോര നിവാസികളെയും വലിയ ആശങ്കയിലാഴ്ത്തുന്നു. അതിനാൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വയനാടിന്റെ വിധി നിർണ്ണയിക്കുക ഈ വിഷയങ്ങളാകുമെന്നതിൽ സംശയമില്ല. ഈ വിഷയങ്ങളിൽ സർക്കാരിന്റെ ഇടപെടൽ വോട്ടുകളെ സ്വാധീനിക്കും. മികച്ച ചികിത്സാ സൗകര്യങ്ങൾക്കായി ഇന്നും അന്യ ജില്ലകളെ ആശ്രയിക്കേണ്ടി വരുന്ന വയനാട്ടുകാർക്ക് മെഡിക്കൽ കോളേജ് എന്ന സ്വപ്നം ഇനിയും പൂർണ്ണ രൂപത്തിലായിട്ടില്ല. ഇതിന്റെ മെല്ലെ പോക്ക് ഒരു വലിയ രാഷ്ട്രീയ ചർച്ചയാണ്. വയനാടിന്റെ ശ്വാസനാളമായ താമരശ്ശേരി ചുരത്തിലെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കാണാത്തത് ജനരോക്ഷത്തിന് കാരണമാകുന്നുണ്ട്. ബദൽ പാതകളെ കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ ഈ തവണയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാന വിഷയമാകും. ഉരുൾപൊട്ടലിൽ ബാക്കി വെച്ച കണ്ണീരും പരിഹാരമില്ലാത്ത വന്യജീവി ആക്രമണങ്ങളും മെഡിക്കൽ കോളേജ് എന്ന സ്വപ്നവും വയനാടിന്റെ ഉള്ളിലെ കനലുകൾക്ക് വോട്ടിലൂടെ മറുപടി നൽകുമ്പോൾ ആര് വാഴുമെന്ന് കാത്തിരുന്നു കാണാം.